ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന 9 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം 2026 കൂടുതൽ ഉയർച്ചകളെ, അഭിവൃദ്ധികളെ, സാമ്പത്തിക നേട്ടങ്ങളെ ഒക്കെ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ 9 നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ മേടക്കൂറ്, ഇടവക്കൂറ്, അങ്ങനെ മൊത്തത്തിൽ ഓരോ നക്ഷത്രക്കാരെ ഒന്ന് വിലയിരുത്തിയിട്ട് ആ 9 നക്ഷത്രക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനിലയൊക്കെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. അപ്പം 9 നക്ഷത്രക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ 27 നക്ഷത്രക്കാരെ കുറിച്ചും ഈ വിഷുഫലം ഒന്ന് വിലയിരുത്തിയിട്ട് 9 നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞുതരാം. കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അത് എടുത്തു പറഞ്ഞുതരാം. ആ 9 നക്ഷത്രക്കാർ ആരാണെന്ന് അവസാനം പറഞ്ഞുതരാം. ആദ്യം 27 നക്ഷത്രക്കാരെ കുറിച്ച് സാമാന്യമായി ഒന്ന് വിഷുഫലം വിലയിരുത്താം. ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാല്, അതായത് മേടം രാശി വരുന്ന നക്ഷത്രക്കാർ, ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറെ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും പിന്നെ നല്ല ഒരു മാറ്റത്തിലേക്ക് വരാം. അതുപോലെ തന്നെ ഒരു വീട് മാറ്റം, തൊഴിൽ മാറ്റം, പുതിയ വീട് വാങ്ങുക, വിൽക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൊരു സമയമാണെന്ന് കരുതി നമ്മൾ ഈശ്വരാധീനത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ഏതെങ്കിലും കാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാനുള്ളൊരു സമയമാണെങ്കിൽ പോലും വേണ്ട രീതിയിൽ അതിൽ ശ്രദ്ധയും ഈശ്വരാധീനവും ഇല്ലെങ്കിൽ നമുക്കത് പ്രതിസന്ധികളോ നഷ്ടങ്ങളോ ഉണ്ടാകാം. അതുകൂടി മനസ്സിലാക്കുക. അവിടെ ഈശ്വരാധീനത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യം ചെയ്താൽ, ഒരു വീട് മാറ്റമായിക്കോട്ടെ, വീട് വിൽപ്പനയായിക്കോട്ടെ, വീട് വാങ്ങുന്നതായിക്കോട്ടെ, പുതിയ തൊഴിൽ മാറ്റമായിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരെ കുറിച്ചാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗത്തിനുള്ള വഴികൾ തുറന്നു കിട്ടാം എന്ന് കരുതി ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ചുമ്മാ അബദ്ധങ്ങളിൽ പോയി ചാടാനല്ല പറയുന്നത്. നമ്മൾ ആലോചിച്ച് അന്വേഷിച്ച് നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ വരുമാനത്തിനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടാം. ചിലർക്ക് ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങളോ ചില അംഗീകാരങ്ങളോ ചിലപ്പോൾ കിട്ടാനും ഉള്ള സമയമാണ്. പിന്നെ കുടുംബ സന്തോഷം, കുടുംബത്തിലെ ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് ചിട്ടി അടിക്കാം, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു നല്ലൊരു കാര്യമല്ലേ, ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ അടിക്കണമെന്നില്ല. നിങ്ങളുടെ ദൈവാനുകൂല്യവും ഈശ്വരാധീനവും ഒക്കെ അനുസരിച്ചിരിക്കും. എങ്കിലും ഒരു സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ചിലർക്കെങ്കിലും അത് സംഭവിക്കാം. ചിട്ടി ഭാഗ്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ അല്ലെ ഏതെങ്കിലും രീതിയിൽ അല്പം പൈസ ചിലപ്പം കയ്യിൽ വരാം എന്നുള്ളതാണ്. അപ്പം ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്തു കൊള്ളണം. അപ്പോഴാണ് ഈ ഫലങ്ങളൊക്കെ കൂടുതൽ അനുഭവത്തിൽ വരുന്നത്. പിന്നെ ഞാൻ 27 നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നെങ്കിൽ തന്നെയും ഇതൊക്കെ അവനവൻ്റെ ജനിച്ച സമയവും ആ ഗ്രഹനിലയൊക്കെ അനുസരിച്ച് ചിലർക്ക് വ്യത്യാസങ്ങൾ വരാം. സാമാന്യമായിട്ട് പറയുന്നതാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ പലരുടെ അനുഭവത്തിൽ, ഏറെക്കുറെ അനുഭവത്തിൽ ചിലപ്പോൾ വരാം. അതുപോലെ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടാം. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഞാൻ അവസാനം 9 നക്ഷത്രക്കാരെ കുറിച്ച് എടുത്തു പറയാം. ഇതൊന്നും 27 നക്ഷത്രക്കാരെ ഒന്ന് വിലയിരുത്തിയിട്ട്. അടുത്തത് പറയാൻ പോകുന്നത് മിഥുനക്കുറ്, മകയിരം പകുതി, തിരുവാതിര, പുണർതം, കാല്, ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന മിഥുനക്കുറുകാരെ കുറിച്ചാണ്. ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇവർക്ക് തൊഴിൽപരമായ ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പിന്നെ ഒരു മാറ്റത്തിലേക്ക് വരാം. മാത്രമല്ല വീട് മാറ്റം, വീട് മെയിൻ്റെനൻസ്, പുതിയ വീട് വാങ്ങുക, വിൽക്കുക, ഇത്തരം കാര്യങ്ങൾ ഇവർക്കും നടക്കാം. പിന്നെ പുതിയ വരുമാനത്തിനുള്ള സാമ്പത്തിക മാർഗങ്ങൾ വരാം. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം.
ദൈവാധീനത്തിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇവർക്ക് കൂടുതൽ ഭഗവാൻ കൃഷ്ണന്റെ ഒരു വ്യാഴാഴ്ചകളിൽ തിരുമധുരവും ഭാഗ്യശുക്തി പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ആവർത്തിക്കുന്നത് നല്ലതാണ്. അപ്പം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും ഈ സമയം. പിന്നെ ഈ സമയത്ത് പണം കൂടുതൽ മുടക്കി ചെയ്യുന്ന ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വീട് മാറുക, അല്ലെ വീട് മെയിൻറ്റെയിൻസ് ചെയ്യുക, വീട് വാങ്ങുക, ഇതൊക്കെ അല്ലെ വീട് വിൽക്കുക, സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇത്തരം സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയം തന്നെയാണ്. തൊഴിൽപരമായ പ്രതിസന്ധികൾ ഉണ്ടാകാം എങ്കിൽ പോലും തൊഴിൽപരമായ ചില മാറ്റങ്ങളോ പിന്നീട് ഒരു നല്ല ഉയർച്ചയിലേക്ക് അത് വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവാധീനത്തിന് വേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ആ ദൈവാധീനത്തിന് വ്യാഴാഴ്ച കൃഷ്ണൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഐശ്വര്യത്തിലേക്ക് വരാൻ വേണ്ടി ഉപകരിക്കും. പിന്നെ കേസ്, വഴക്ക് അതുപോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളെ, വഴക്കുകളെ ഇതിലൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം ഈ സമയങ്ങളിൽ. അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇനിയും കർക്കിടക രാശിക്കാര്, അതിൽ പുണർദം, കാല്, അതുപോലെ തന്നെ പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായൊരു ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പുതിയതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ, അല്ലെ പുതിയൊരു വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാമെന്നുള്ളതാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് ക്ലേശം കുറച്ചൊക്കെ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കൂടുതൽ ആ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനൊരു അവസരമോ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയോ ചെയ്യാം. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു തൊഴിലിൽ അല്ലെ കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും, സംശയമൊന്നും വേണ്ട. സാമ്പത്തികപരമായി കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താനും ഒക്കെ അവസരം കിട്ടാം. കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു അവസരവും കിട്ടാം പുണ്യക്ഷേത്രങ്ങളിൽ. അതൊക്കെ ഗുണം ചെയ്യും. വരുമാനം വർദ്ധിക്കാം, സാമ്പത്തിക നേട്ടം ഉണ്ടാകാം, തൊഴിൽപരമായ മാറ്റം ഉണ്ടാകാം. പിന്നെ നമ്മളൂടെ അത് പ്രയോജനപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ചിങ്ങ കൂറുകാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്രം, കാല് ഈ വരുന്ന രാശിക്കാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്രം, കാല്. ഇവർക്ക് ദൈവാധീനം കൂടുതലായിട്ട്, ഈശ്വരാധീനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകാം. കാരണം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വഴിപാടുകളെ, പുതിയ ക്ഷേത്രങ്ങളെ ദർശനം നടത്തുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവസരം ഉണ്ടാകാം. സാമ്പത്തികപരമായി കുറച്ച് ക്ലേശം ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഒരു വലിയ കുഴപ്പമില്ലാതൊരു സാമ്പത്തിക സഹായങ്ങളൊക്കെ ചിലപ്പം കിട്ടാം. അല്ലെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകാം. കുറച്ച് ക്ലേശം ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികം ഏതെങ്കിലും രീതിയിൽ വന്നു ചേരാമെന്നുള്ളതാണ്. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടി ഈ അയ്യപ്പനും ശനിയാഴ്ച വൈകുന്നപാട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ചകൾ ആവർത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശിവന് ഞായറാഴ്ച പാൽപ്പായസവും ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ഞായറാഴ്ച ആവർത്തിക്കുന്നത് നല്ലതാണ്. അപ്പം അത് ചെയ്താൽ കൂടുതൽ നമുക്ക് ആ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് കന്നി രാശി അല്ലെ കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ് കന്നി. ഈ കന്നി രാശിക്കാർക്ക് ഇപ്പം യാത്രകൾ ചെയ്യാൻ അവസരം, അല്ലെങ്കിൽ ദേശം വിട്ട് സഞ്ചരിക്കാനോ യാത്രകൾ ചെയ്യാനോ ഒക്കെ ചിലർക്ക് അവസരം ഉണ്ടാകാം. പിന്നെ ചിലർക്ക് വീട് മാറ്റം, ഒരു പുതിയ വീട് മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെ വീട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വീട് മെയിൻറ്റെയിൻസ് അല്ലെ വീട് വാങ്ങാൻ, വിൽക്കാൻ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഒരു സാമ്പത്തികമായിട്ടൊരു പിന്നീട് ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് അല്ലെ തൊഴിൽ മാറ്റത്തിലേക്ക് വരാം. പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകാം. ചിലർക്ക് നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകാം. ചിലർക്ക് കൂടുതൽ സാമ്പത്തികത്തിനുള്ള വരുമാന മാർഗങ്ങളെ, ചിലർക്ക് സ്ഥാനമാറ്റം, പ്രൊമോഷൻ ഇതൊക്കെ ചിലർക്ക് ഉണ്ടാകാം. പിന്നെ ചിട്ടി അതുപോലെയുള്ള ഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് ധനഭാഗ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചിട്ടി ഒക്കെ ചിലർക്ക് ധനഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകാം. പിന്നെ കൂടുതൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ കൃഷ്ണനും ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി ത്രിമധുരം വ്യാഴാഴ്ചകൾ ആവർത്തിക്കുന്നത് നല്ലതാണ്. ഈ സമയം നമുക്ക് മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി തുലാം രാശി,
അതായത് ചിത്തിര പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ്. പുതിയ പുതിയ വരുമാന മാർഗത്തിനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകാം എന്നുള്ളതാണ്. അതായത് പുതിയ പുതിയ വരുമാനത്തിനുള്ള ചില ഐഡിയകളും അല്ലെ പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ ഉണ്ടാകാം. ചിലർക്ക് ചില സ്ഥാനമാനങ്ങൾ ഒക്കെ ലഭിക്കുക, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം, പുണ്യക്ഷേത്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ ഒക്കെ ദർശനം നടത്താൻ അവസരം ഉണ്ടാകാം. കൃഷ്ണനും ശിവനും വഴിപാടുകൾ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങളിലേക്ക് വരാം. വ്യാഴാഴ്ച കൃഷ്ണന് ത്രിമധുരവും നെയ്വിളക്കും സമർപ്പിക്കുക രാവിലെ. ശിവന് തിങ്കളാഴ്ച, ശനിയാഴ്ച കൂവളത്തിലർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിച്ചാൽ വലിയ വലിയ നേട്ടങ്ങളെ, ഐശ്വര്യ സമൃദ്ധികളെ ഇതൊക്കെ ഉണ്ടാകാമെന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെയാണ്. പിന്നെ കുടുംബ സമാഗമം, കുടുംബ ഐശ്വര്യം, കുടുംബ ഐക്യം ഇതൊക്കെ ഉണ്ടായി വരാം. ചിലർക്ക് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ ആഗ്രഹങ്ങൾ ചിലപ്പം വരെ ഒരു സാധിച്ചു കിട്ടാമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് വൃശ്ചിക രാശിയാണ്. വിശാഖം, കാല്, അതുപോലെ അനിഴം, തൃക്കട്ട ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് മനസ്സിന് ഒന്നുമില്ലേ പോലും എന്തെങ്കിലും മാനസികമായിട്ടൊരു സംഘർഷങ്ങൾ അനുഭവപ്പെടുക, ഒരു മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക. ചിലർക്ക് വരുമാനവുമായി ബന്ധപ്പെട്ടായിരിക്കും അധിക ചെലവ് കൂടുക. എത്ര വന്നാലും അങ്ങോട്ട് അതിനിരട്ടി ഏതെങ്കിലും അപ്രതീക്ഷിതമായ ഒരു കാര്യം വന്ന് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ പണം ചെലവാകുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വരുമാന മാർഗമോ വീട്ടിലെ കാര്യമോ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മനസ്സങ്ങ് ടെൻഷനാകുന്ന ഒരു സാഹചര്യങ്ങൾ. പിന്നെ അതുപോലെ ചിലർക്ക് സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനം അതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. അശ്രദ്ധ കൊണ്ട് ഇപ്പം പടിയെ കയറുമ്പം അറിയാതെ ഒരു പടി കൂടുതൽ ചവിട്ടുക, അങ്ങനെ വീഴുക, കുളിമുറി കയറുമ്പോൾ തെന്നി വീഴുക, ഇങ്ങനെയുള്ള അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ക്ഷീണിച്ച് വണ്ടി ഓടിക്കരുത്. ഓടിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചു ഓടിക്കണം. റോങ് ആയിട്ട് ഓവർടേക്ക് ചെയ്യുക, ഓവർ സ്പീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ശ്രദ്ധ പുലർത്തണം ഏതൊരു കാര്യത്തിലും. അശ്രദ്ധ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഡോക്യുമെന്റ് എഴുത്തുകുത്ത് വർക്കുകൾ ചെയ്യുന്നവരെല്ലാം 2 പ്രാവശ്യം അത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ എറർ സംഭവിക്കുക അങ്ങനെയുള്ള ഒരു സമയമാണ്. എങ്കിൽ തന്നെയും ഈശ്വരാധീനം, അതായത് ഭദ്രകാളിക്ക് ചൊവ്വ, വെള്ളി ഈ ദിവസങ്ങളിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചനയും നടത്തിയാൽ വലിയ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചകളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി വരാം എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ധനുക്കൂറുകാരെ കുറിച്ചാണ്. ധനുക്കൂറുകാരെ മൂലം, പൂരാടം, ഉത്രാടം, കാല് ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ്. ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ ചിലർക്ക് വീട് വാങ്ങാനും അല്ലെ അതുപോലെ വീട് വിൽക്കാനും പിന്നെ വാഹനം വാങ്ങാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകാം. അതുപോലെ അവർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ തടസ്സം ഉണ്ടായാൽ പോലും ഒരു കൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ചകളിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും ഒക്കെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. പിന്നെ വീട് മാറാൻ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് വാഹനം വാങ്ങാനും ഒക്കെ അവസരം ഉണ്ടാകാം. എങ്കിൽ പോലും വാഹനങ്ങൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. കലഹങ്ങളെ, വഴക്കുകളെ ഇതൊക്കെ കുടുംബപരമായിട്ട് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സമയം തന്നെയാണ്. കഴിവതും അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അത് ശിവന് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഐക്യമത്യാർച്ചന ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും പേരിൽ ചെയ്യുന്നത് നല്ലതാണ്. മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുന്നതും നല്ലതാണ്. എന്ന് വെച്ചാൽ വളരെ കൂടുതൽ ഫലപ്രദമായ ഒരു ഐശ്വര്യമായ ഉയർച്ച ജീവിത മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ചെന്ന് ചാടാതെ ഒക്കെ ശ്രദ്ധിക്കണം. അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയാം, ഇന്ന ഒരു ബിസിനസ് ഉണ്ട്, നമുക്ക് പണം മുടക്കാതെ ഇന്നതിൽ കൊണ്ട് പൈസ ഇടാം, ഭയങ്കര ലാഭമായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം, നിർബന്ധമില്ല. അങ്ങനെ സാമ്പത്തികപരമായിട്ട് അങ്ങനെയൊക്കെ പോയി വല്ലത്തിലും കൊണ്ടൊക്കെ പൈസ ഇട്ടാൽ അത് ഒരു ചിലപ്പോഴും നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പിന്നെ നമുക്ക് ഈശ്വരാധീനത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അതിൻ്റെ സംശയമൊന്നും വേണ്ട. എന്ന് വെച്ചാൽ മൊത്തം മോശമാണെന്നും മൊത്തം നല്ലതാണെന്നല്ല പറഞ്ഞ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയും ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളൂടെ ചെയ്താൽ
നമുക്ക് ഏതൊരു കാര്യവും ഏറ്റവും നേട്ടമുള്ള കാര്യവും ഉയർച്ചയ്ക്കുള്ള കാര്യമാക്കി മാറ്റാൻ സാധിക്കും. ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്താണ് പറയുന്നത്. ഇനി മകയിരക്കൂറുകാര്, അതായത് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, പകുതി, ഈ നക്ഷത്രപാദങ്ങളിൽ വരുന്ന രാശിയാണ് മകയിരം. ഇവർക്ക് കൂടുതൽ ഉയർച്ചയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാം, ധനപരമായിട്ട് ചെറിയ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടായാൽ പോലും കൂടുതൽ മാറ്റങ്ങളിലേക്ക് വരാം, വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഉത്രാടത്തിന് കുറച്ചുകൂടി നല്ല ഒരു പ്രയോജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. എന്നാലും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളും ഭദ്രകാളിക്ക് കടുംപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്യുന്ന നല്ലതാണ്. നല്ല മാറ്റം ഉണ്ടാകും, വലിയ മാറ്റങ്ങളിലേക്ക് വരാൻ ഉപകരിക്കും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്ന കുംഭക്കൂറുകാരാണ്. ഇവർക്ക് അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാല്, ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ്. യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകാം, അല്ലെ പുതിയ വരുമാനത്തിനുള്ള വഴികൾ തെളിയാം. സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ഒരു കൂടുതൽ നല്ല ഒരു സാമ്പത്തികപരമായ അഭിവൃദ്ധി കൂടി ഉണ്ടായി വരും. ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പിന്നീട് തൊഴിൽപരമായ ഒരു നല്ല മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായി വരും. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇവര് കൃഷ്ണന് നെയ്വിളക്ക് മാത്രം വ്യാഴാഴ്ച സമർപ്പിച്ചാൽ പോലും അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് മീനക്കൂറുകാരാണ്. അതായത് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രം വരുന്ന രാശിയാണ് മീനക്കൂറ്. ഈ മീനക്കൂറുകാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം, പുതിയ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരാം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പുതിയ ചില സംരംഭങ്ങളോ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ചിലപ്പോൾ അവസരം ഉണ്ടാകാം. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കണം, സാമ്പത്തികപരമായിട്ട് ശ്രദ്ധിക്കണം. അത് പലപ്പോഴും നമുക്കൊരു ഗുണമാകണമെന്നില്ല, എങ്കിലും ചിലർക്ക് ചിലപ്പം ഗുണമാകാം. അവരുടെ ജനന സമയത്തെ ഗ്രഹങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ ചിലപ്പം ഗുണമാകാം. അല്ല, ജനന സമയത്തെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഈ സമയത്ത് ഈ നക്ഷത്രക്കാർ പുതിയ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചാലോ പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ അത് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകാം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശ്രദ്ധിച്ച് പുതിയൊരു വരുമാന മാർഗത്തിന് പുതിയ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ടപ്പുകളോ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒരു വിഷുഫലം എന്ന നിലയിൽ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഒരു ഏകദേശം ആ വ്യാഴമാറ്റത്തിൻ്റെ മാറ്റങ്ങളും ഒക്കെ അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അതിനൊരു ഗുണം ഉണ്ടാകും. അപ്പം ഈ വിഷു മുതലുള്ള ഈ മുന്നോട്ടുള്ള ഒരു കൊല്ലം ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ അത് വളരെ ഐശ്വര്യം ഉണ്ടാകാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാതെ നേട്ടങ്ങളാക്കാനും പറ്റും. ഇനി 9 നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. ഒരു സാമാന്യ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് വെച്ചാൽ അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല എന്നല്ല പറഞ്ഞ്, ശ്രമിച്ചാൽ സാമാന്യം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന 9 നക്ഷത്രക്കാർ. അത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, പുണർദം, ഉത്രം, ഉത്രാടം, ചിത്തിര, ഈ നക്ഷത്രക്കാരാണ്. അവർക്ക് കുറച്ചുകൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് പറ്റത്തില്ലെന്ന് തന്നെ അർത്ഥമില്ല. അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്കും പറ്റും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഈശ്വരാധീനം വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർക്കും പറ്റും. പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ്. ജനിച്ച സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. ഏറെക്കുറെ അനുഭവത്തിൽ വരാവുന്ന സാമാന്യ ചില ഫലങ്ങളാണ്. പിന്നെ ജനിച്ച സമയമൊക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. എങ്കിലും ശ്രദ്ധിക്കുന്നുമുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുമുണ്ട്. നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തണം. ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു പോകണം. പിന്നെ അവർ ആദ്യം ചില നക്ഷത്രക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടായാലും പിന്നീട് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എന്ന് കരുതി ഇപ്പം ഏപ്രിൽ മുതലുള്ള മുന്നോട്ടുള്ള ഒരു കൊല്ലം, ഈ വിഷു മുതൽ മുന്നോട്ടുള്ള ഒരു കൊല്ലം ചിലർക്ക് ചിലപ്പോൾ ആദ്യം നേട്ടമായിരിക്കും, പിന്നീട് ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാകാം. ചിലർക്ക് ആദ്യം ഒരു പ്രതിസന്ധി ഉണ്ടായാലും പിന്നീട് നേട്ടം ഉണ്ടാകാം. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു.
ചിലർക്ക് ആദ്യം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പോലും പിന്നീട് നേട്ടം ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. ഏതൊരാൾക്കും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാം നല്ലതായിട്ടൊന്നും ആരുമില്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. പിന്നെ എല്ലാം മോശമായിട്ടും എല്ലാം നല്ലതായിട്ടും ആർക്കുമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.